ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. കൽപ്പനേ, പ്രിയെങ്കിലും കൂട്ടി നമുക്ക് അമ്പലത്തിൽ പോണ്ടേ? വഴിപാടുകളൊക്കെ ഒന്ന് കഴിപ്പിക്കണം. ഞങ്ങള് കുറെ നേർച്ചകളൊക്കെ നേർന്നിരുന്നു. എല്ലാം നിനക്ക് വേണ്ടിയാ. ചെറിയമ്മയും ഏട്ടത്തെയും എനിക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയല്ലേ? പോലീസ് സ്റ്റേഷനില് എന്നെ കാണാൻ വന്നപ്പോ കോടതിയിൽ ഇത് മികച്ച വക്കീല് വരുമെന്ന് പറഞ്ഞിരുന്നല്ലോ. എന്നിട്ടെന്തേ ആരും കണ്ടില്ല? അയ്യോ, അത് ആ അഡ്വക്കേറ്റ് ഡൽഹിയിലായിരുന്നു. ഓ, അദ്ദേഹത്തിന് കൃത്യസമയത്ത് വരാൻ പറ്റിയില്ല. ഫ്ലൈറ്റ് ലേറ്റ് ആയിരുന്നു. എന്തിനാ ഏട്ടത്തി കള്ളം പറയുന്നത്? നിങ്ങൾ എന്നെ രക്ഷിക്കാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ രക്ഷപ്പെട്ട് തിരിച്ചു വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചതുമില്ല. ഏട്ടത്തിയുടെ ആവശ്യം ഞാൻ കോടതിയിൽ നിങ്ങളുടെ പേര് പറയാതിരിക്കാനായിരുന്നു. എന്നിട്ട് ഞാൻ ജയിലിലും ആവണം. നിങ്ങൾക്ക് കണിമംഗലത്ത് സുഖമായിട്ട് ജീവിക്കാൻ വേണം. അങ്ങനെയുള്ള ഉദ്ദേശമൊന്നും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. പിന്നെ രാധികയെ ഇല്ലാതാക്കണോന്ന് ആലോചിച്ചത് ഞങ്ങളില്ലല്ലോ, നീയായിരുന്നില്ലേ? എന്തായാലും നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. നിങ്ങളുടെ കാര്യം ഞാൻ ഇവിടെ ആരോടും പറയാൻ പോകുന്നില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് പാഠങ്ങൾ പഠിച്ചു. അതിന് പോലീസ് സ്റ്റേഷൻ, കോടതി അതൊക്കെ ഒരുപാട് ഉപകരിച്ചു. എന്ത് പാഠം? സത്യസന്ധമായി നമ്മുടെ കൂടെ നിൽക്കുന്നവരെ തിരിച്ചറിയാൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. കോടതിയില് എന്റെ ചേച്ചി എനിക്ക് അനുകൂലമായിട്ട് മൊഴി കൊടുത്തില്ലായിരുന്നെങ്കിൽ ഞാൻ എത്രയോ വർഷം അകത്ത് കിടക്കേണ്ടി വന്നേനെ. ഞാൻ കൊല്ലാൻ ശ്രമിച്ചു എന്നറിഞ്ഞിട്ട് പോലും എന്റെ ചേച്ചി എന്നോട് ക്ഷമിച്ചു. എനിക്ക് നന്ദിയും കടപ്പാടും ഇപ്പോ ഒരേ ഒരാളുടെ അടുത്തേ ഉള്ളൂ, എന്റെ ചേച്ചിയോട്. ഞാനിപ്പോ നിങ്ങളുടെ അടുത്തേക്ക് വന്നത് കണക്ക് പറയാനല്ല. എന്റെ കൂടെ ചേച്ചി ഇവിടെ തന്നെ ഉണ്ടാവും. ചേച്ചിയെ ദ്രോഹിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത് എന്ന് പറയാനും. അഥവാ ചേച്ചി ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ ദ്രോഹിക്കാൻ ശ്രമിച്ച ഞാൻ പിന്നെ ഒന്നും നോക്കില്ല. ഇതുവരെയുള്ള കാര്യങ്ങൾ മുഴുവൻ കണിമംഗലത്തുകാരോട് വിളിച്ചു പറയും. ഏതൊക്കെ രീതിയിൽ നിങ്ങൾ കണിമംഗലത്തെ ഇല്ലാതാക്കാൻ നോക്കുന്നു എനിക്ക് പറയേണ്ടി വരും. നീ എന്താടി ഭീഷണിപ്പെടുത്തണോ? അതേന്ന് തന്നെ ഏട്ടത്തി കൂട്ടിക്കൊള്ളൂ. എനിക്കിനി കണിമംഗലത്തിന്റെ സമ്പത്തോ സൗഭാഗ്യമോ ഒന്നും ആവശ്യമില്ല. അതൊക്കെ നിങ്ങൾ തന്നെ പങ്കിട്ടെടുക്കോ അനുഭവിക്കോ എന്തെന്ന് വെച്ചാ ചെയ്തോ. എനിക്കിപ്പോ ദൈവത്തിന്റെ സ്ഥാനത്ത് ഒരേ ഒരാളേ ഉള്ളൂ, എന്റെ ചേച്ചി. ഇതുവരെ ഞാൻ ചേച്ചിയോട് ചെയ്ത എല്ലാ തെറ്റുകൾക്കും പരിഹാരമായി ഇനി ഞാൻ എന്റെ ചേച്ചിയെ സ്നേഹിച്ചും ബഹുമാനിച്ചും ജീവിക്കും. ഇതെന്തോന്നോ കൽപ്പന ഇത്? ഇവക്കിതെന്തു പറ്റി? ഭ്രാന്ത് അല്ലാതെ എന്ത് പറ്റാൻ? പക്ഷേ സംസാരം കേട്ടിട്ട് അവള് സീരിയസ് ആണെന്നാ തോന്നുന്നത്. തുടക്കം കുറച്ച് സീരിയസ് ആയാലും അത് കഴിയുമ്പോ അവളുടെ സ്വഭാവം മാറും. അവളുടെ ആർത്തി അവൾക്ക് ഒളിപ്പിച്ചു വെക്കാൻ പറ്റുമോ ചെറിയമ്മേ? പക്ഷേ മാറ്റം യാഥാർത്ഥ്യമാണെങ്കിലോ? യാഥാർത്ഥ്യമാണെങ്കിൽ ചേച്ചിയെയും ചേർത്ത് പിടിച്ച് അവള് പടക്കിറങ്ങി വരട്ടെ. നമ്മൾ എന്താണെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാം. ചേച്ചിയെയും കൂട്ടിന് പിടിച്ച് കണിമംഗലം കീഴ്പ്പെടുത്താൻ അവള് നമ്മള് സമ്മതിക്കില്ല.
ഭക്ഷണമൊക്കെ എടുത്തോ? ഞാൻ നിന്നോട് കഴിക്കാൻ വരാൻ പറയാനിരിക്കായിരുന്നു. ഇതെനിക്കല്ല, ചേച്ചിക്കാ. എനിക്കോ? ചേച്ചി ഇവിടെ ഇരുന്നേ. ഇരിക്കേ. എന്തൊക്കെ ചെയ്ത കടം വീട്ടേണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ശ്രമിക്കും. എന്നെ കൊണ്ടാവുന്നത്ര ഞാൻ ശ്രമിക്കും. എന്നാ ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ. എത്ര ദിവസമായി നീ ശരിക്കൊന്ന് ഭക്ഷണം കഴിച്ചിട്ട്? നന്നായിട്ടൊന്ന് ഉറങ്ങിയിട്ട്. അതുകൊണ്ട് ആദ്യം ഈ ഭക്ഷണം നീ കഴിക്കണം. ചേച്ചിക്കതാ സന്തോഷം. ഏയ്, ഒരു പ്രശ്നം വന്നാ അതിനെക്കുറിച്ച് ആലോചിച്ച് വീണ്ടും ഇങ്ങനെ ടെൻഷനാവുകയല്ല വേണ്ടത്. അതെങ്ങനെ പരിഹരിക്കാന്ന് ചിന്തിക്കണം. എന്നിട്ട് പഴയതിലെ ഊർജത്തില് പെരുമാറണം. മനസ്സിലായോ? കഴിക്കേ. കഴിക്കേ. ചേച്ചി കഴിക്കേ. ഈ രുചി എന്താന്ന് മറ്റാർക്കും മനസ്സിലാവില്ല. നീ മനസ്സറിഞ്ഞ് എപ്പ എന്നോട് ക്ഷമ പറഞ്ഞോ, അപ്പം മുതൽ എന്റെ സന്തോഷത്തിന്റെ അളവ് എനിക്കറിയില്ല. മോള് കഴിക്കേ. എന്നോട് ഇവിടെ ഉള്ളവർ പഴയതുപോലെ ആവോ ചേച്ചി? എന്നോട് സംസാരിക്കോ? ചെറിയ വിഷമം പിണക്കൊക്കെ എല്ലാവരുടെ ഉള്ളിലും കാണും.